മഴ പെയ്തു തോർന്ന ഒരു സായാഹ്നത്തിലാണ് സന്തോഷ് മരിയ സദനത്തിന്റെ കാനാട്ടുപാറയിലെ കാലിത്തൊഴുത്ത് വായിച്ചു തുടങ്ങിയത്. ജീവിതത്തിന്റെ പ്രകാശത്തിൽ നിന്നിറങ്ങി ഇരുട്ടിൽ ഒറ്റയ്ക്ക് നടന്നവർക്ക്, നടന്നു പോയവർക്കാണ് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ പാലായ്ക്കടുത്ത് പ്രവർത്തിക്കുന്ന മരിയ സദനം എന്ന സ്നേഹാലയത്തെക്കുറിച്ച് വായിച്ചു തുടങ്ങിയപ്പോൾ അവിടം വരെ ഒന്ന് പോകണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് മരിയ സദനത്തിലേക്ക് യാത്ര തിരിച്ചത്. മീനച്ചിലാറിന്റെ കരയിൽ രൂപം കൊണ്ട പാലാപട്ടണം, പാലാപട്ടണത്തിലെ ദിശാസൂചിക കൂടിയാണ് കരിങ്കല്ലിൽ നിർമ്മിച്ച കുരിശുപള്ളി. 1953 പണി ആരംഭിച്ച് 23 വർഷങ്ങളെടുത്ത് പൂർത്തീകരിച്ച കുരിശുപള്ളിക്ക് 140 അടി ഉയരമുണ്ട്. ഇവിടെ നിന്നും ഒരൽപ്പം ദൂരമേയുള്ളൂ മരിയ സദനത്തിലേക്ക്. മരിയ സദനത്തിലെത്തിയപ്പോൾ നേർത്ത മഴനൂലുകൾക്കിടയിലൂടെ മരിയ എന്ന ഏഞ്ചൽ വന്നു. ഇത് മരിയ സദനം കോട്ടയം ജില്ലയിലെ പാലായിൽ 1998 പ്രവർത്തനം ആരംഭിച്ച മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രമാണിത്. ഇവിടെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, ജീവിതങ്ങളുണ്ട്. നമുക്കതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ? ഇത് മരിയ സദനത്തിലെ പുലരി ക്ലബ്ബ്. ഇവരുടെ കാര്യങ്ങൾ നോക്കുന്നത് ടോബിനാണ്. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ മാത്രമല്ല, അനാഥരുടെയും കിടപ്പ് രോഗികളുടെയും യാചകരുടെയും പുനരധിവാസ കേന്ദ്രം കൂടിയാണ് മരിയ സദനം. കാനാട്ടുപാറയിലെ കാലിത്തൊഴുത്ത് എന്ന് ജനങ്ങൾ പണ്ട് വിശേഷിപ്പിച്ചിരുന്ന മരിയ സദനം ഇപ്പോൾ 26 വർഷം പിന്നിടുമ്പോൾ വളർന്ന് സ്നേഹാലയമായി, ശരണാലയമായി, ശാഖോപശാഖകളായി പടർന്നു പന്തലിച്ചു. അത്ഭുതപ്പെടുത്തുന്ന ഒരു വിജയകഥയാണ് മരിയ സദനം. തൊട്ടതെല്ലാം തോൽവിയായിരുന്ന കാലത്ത് സന്തോഷ് ജോസഫ് എന്ന ചെറുപ്പക്കാരന് നന്മയുടെ വഴിയെ നടക്കാനുള്ള ബോധ്യമായിരുന്നു മരിയ സദനം. ബൈബിളിൽ യെശയ്യായുടെ പുസ്തകത്തിൽ 58 അധ്യായം യഥാർത്ഥമായ ഉപവാസത്തിൽ ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം? വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്? ബൈബിളിലെ വചനങ്ങൾ പിന്നെയും പിന്നെയും സന്തോഷിന്റെ മനസ്സിനെ തൊട്ടുകൊണ്ടേയിരുന്നു. എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരുമ്പോഴാണ് ദൈവത്തെ അന്വേഷിക്കുക. ഒരു ഗത്യന്തരമില്ലാതെ വരിക, സാമ്പത്തികമായ ക്രൈസിസ്, അനാരോഗ്യം, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ദുരന്തങ്ങൾ, അങ്ങനെ വരുമ്പോഴാണ് ദൈവാന്വേഷണം ആരംഭിക്കുക. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് പരമ്പരകൾ പരാജയത്തിൻ്റെ വന്നപ്പോൾ ദൈവത്തെ അന്വേഷിച്ചു പോയി. ധ്യാനങ്ങൾ ധാരാളം കൂടിയെങ്കിൽ എൻ്റെ അവസാനം ഒരു ഉപവാസ പ്രാർത്ഥനയിലിരിക്കുമ്പോഴാണ് ബൈബിൾ തുറന്നു നോക്കിയപ്പോൾ കണ്ടു ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം. അപ്പോൾ അത് ആണ് വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയതും എനിക്ക് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യണമെന്ന് തോന്നാനും കാരണം. അങ്ങനെ യാചകരായുള്ള ആളുകളെ പാലായിൽ നിന്ന് കൊണ്ടുവന്ന് അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാനും അവരെ ഒരു ദിവസം ഒപ്പം നിർത്താനും വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു ബലം പിടുത്തം, അല്ലെങ്കിൽ ഒരു സമർപ്പണം, ഒരു സഹനം ആവശ്യമാണെന്ന് ആ അനുഭവത്തിലൂടെ മനസ്സിലായി. അതിനുശേഷം ഒരാൾ വീട്ടിൽ നിൽക്കാൻ തയ്യാറായി. അങ്ങനെ തോമസ് ചേട്ടനെ വീട്ടിൽ താമസിപ്പിച്ചാണ് മരിയ സദനം തുടങ്ങിയത്. ഭാര്യയും 2 മക്കളുമുള്ള വീട്ടിൽ 3ാമത് ഭാര്യ ഗർഭവതിയായിരിക്കുന്ന സമയം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരാളെ, അത് രോഗിയായ ഒരാളെ വീട്ടിൽ താമസിപ്പിക്കുക എന്നൊരു തീരുമാനം എടുക്കുമ്പോൾ ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചിലരൊക്കെ പറഞ്ഞു മാനസികമായിട്ട് തന്നെ എനിക്ക് തന്നെ പ്രശ്നമുള്ളതായിട്ട്, മറ്റു ചിലർ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, ചിലരെ എതിർക്കാൻ വന്നു. പക്ഷേ അതിനെല്ലാം അതിജീവിക്കാൻ സാധിച്ചത് ഈ മനുഷ്യരിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഈശ്വരൻ എന്ന് വിശ്വസിക്കുന്ന, ദൈവമെന്ന് വിശ്വസിക്കുന്ന ആ ശക്തി, പരാശക്തിയുടെ സാന്നിധ്യം ആ മനുഷ്യരിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ്. ഇപ്പോൾ 26 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ അത്ഭുതകരമായ രീതിയിൽ തന്നെ എനിക്ക് തന്നെ ഞാനാണോ ചെയ്തതെന്ന്, അല്ലെങ്കിൽ ചെയ്യുന്നതെന്ന് വിസ്മയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്നെ പ്രാപ്തനാക്കിയത് ആ മനുഷ്യനോട് ഞാൻ ചെയ്ത കരുണ മാത്രമാണ്. പിന്നീട് എന്നോടാണ് എല്ലാവരും കരുണ കാണിച്ചു തുടങ്ങി.
വിഷാദത്തിന്റെയും ഉന്മാദത്തിന്റെയും ഭ്രാന്ത് പൂക്കുന്ന വഴികളിലൂടെ താളം തെറ്റി മനസ്സ് സഞ്ചരിക്കുക. ഒന്നിനെയും സ്ഫുടം ചെയ്തെടുക്കാൻ കഴിയാതെ വാക്കുകൾ മുറിഞ്ഞും കലങ്ങിയും പാരസ്പര്യമില്ലാതെയും പറയുക. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ജോലി കിട്ടി. എൻ്റെ പേര് ജി അനിൽക്കാരനാണ്. അപ്പം ഏത് ജോലിക്കാണ് ഇപ്പൊ പോകേണ്ടത്? ഇപ്പം എനിക്ക് പഠിക്കാൻ പോകാത്തതാണ്. അല്ല, അപ്പം പ്രധാനമന്ത്രി ഉണ്ടല്ലോ. അത് പാർലമെന്റിലേക്ക് പോകില്ല. കോട്ടയം ഗവൺമെന്റ് കോളേജിലാണ് പാർലമെന്റ് ഉദ്ദേശിക്കുന്നത്. ചിത്തഭ്രമം അഥവാ സൈക്കോസിസ്. എമിൽ ക്രോപ്ലിൻ എന്ന മനഃശാസ്ത്രജ്ഞൻ ഇതിനെ ഡിമൽഷ്യ പ്രീ കോക്സ് എന്ന് വിളിച്ചു. മനസ്സിന്റെ താളം തെറ്റുന്നതിനെ ബ്യൂലർ എന്ന ശാസ്ത്രജ്ഞൻ വിളിച്ചത് സ്കിസോഫ്രീനിയ എന്നാണ്. പരിഗണനയും പരിചരണവും നൽകി സ്കിസോഫ്രീനിയ പിടിപെട്ട രോഗികളെ ഒരു പരിധിവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നതിന്റെ സാക്ഷ്യക്കാഴ്ചകളാണ് മരിയ സദനത്തിലേത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ വരാവുന്ന ഒരവസ്ഥയാണ് സ്കിസോഫ്രീനിയ. ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പുനരധിവാസ കേന്ദ്രമുണ്ട്. നീണ്ട 26 വർഷം കൊണ്ട് 10,000-നടുത്ത് ആളുകളെ നമ്മുടെ ഈ വീട്ടിൽ സ്വീകരിക്കാൻ സാധിച്ചു. അതിനോടകം എനിക്ക് മക്കൾ 5ആയി. 5 മക്കളും കുടുംബവുമായിട്ട് 10 വർഷക്കാലം പ്രൊഫഷണൽസിൻ്റെ ഒന്നും ഒരു സപ്പോർട്ടും ഇല്ലാതെ ഒരൊറ്റ സൈക്കാട്രിസ്റ്റിൻ്റെ മാത്രം സപ്പോർട്ടോടു കൂടിയാണ് മുമ്പോട്ട് വന്നത്. പിന്നീടാണ് ഇതിന് നിയമപരമായിട്ട് ലൈസൻസ് എടുക്കാനും അതിനൊക്കെ വന്നപ്പോഴാണ് പ്രൊഫഷണൽസിൻ്റെ ഒരു സഹായം നമ്മൾ തേടുന്നത്. ഇപ്പോൾ ധാരാളം പ്രൊഫഷണൽസ് ഉണ്ട്. സോഷ്യൽ വർക്കേഴ്സ്, സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റുമാർ, നഴ്സസ്, അങ്ങനെയുള്ളൊരു വലിയൊരു കൂട്ടുകുടുംബം പോലെ നമ്മൾ നടന്നു വരികയാണ്. നഷ്ടപ്പെട്ടു പോയ മാനസിക ആരോഗ്യം വീണ്ടെടുത്തവർ അവരുടെ കഴിവിനനുസരിച്ച് ജോലി ചെയ്യുന്നു. നമുക്ക് ഏഞ്ചലിനൊപ്പം പോകാം. ഇത് അന്നപൂർണ മരിയ സദനത്തിൻ്റെ ഫുഡ് മേക്കിംഗ് യൂണിറ്റ് ആണ്. നമുക്കിവിടെ ഏകദേശം 550 ആളുകളാണ് ഭക്ഷണം കഴിക്കാനുള്ളത്. അവർക്ക് ഭക്ഷണത്തിന് ആവശ്യമായ പച്ചക്കറികൾ മുറിക്കുന്ന ഒരു യൂണിറ്റാണിത്. കുട്ടിച്ചേട്ടനാണ് ഈ ഒരു യൂണിറ്റിന് നേതൃത്വം കൊടുക്കുന്നത്. ഒരു ഭാഗത്ത് പുരുഷന്മാർ പച്ചക്കറികളും സവാളയും എല്ലാം കറിക്ക് തയ്യാറാക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് സ്ത്രീകൾ പച്ചക്കറികൾ അരിയുന്നത് കാണാം. പ്രശസ്ത നടൻ ജഗദീഷ് ശ്രീകുമാർ ഒരിക്കൽ മരിയ സദനം സന്ദർശിച്ചപ്പോൾ സന്തോഷിനോട് പറഞ്ഞു, ഇവിടെയുള്ള അന്തേവാസികളെ കൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്യിപ്പിക്കണം. അവരുടെ മാനസിക ആരോഗ്യത്തിന് അത് കാരണമാകും. അങ്ങനെയാണ് അന്തേവാസികൾ ഓരോ ജോലികൾ ചെയ്യാൻ തുടങ്ങിയത്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രമാണിത്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഓപ്പോൾ എന്ന് വിളിക്കുന്ന മേഴ്സി ആൻറ്റിയാണ്. മേഴ്സി ആൻറ്റി, ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇവിടെ നമ്മൾ തുണിയൊക്കെ വാങ്ങിച്ച് സ്റ്റിച്ചിങ് നടത്തുന്നുണ്ട്. കട്ടിങ് ഉണ്ട്, സ്റ്റിച്ചിങ് ഉണ്ട്. കൂടെ സഹായിക്കാൻ ഇവിടുത്തെ അമ്മമാരുണ്ട്. പിള്ളേരുടെ മാനസിക വെല്ലുവിളിയെ നേരിടുന്ന അമ്മമാരുടെ അവർ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നവരൊക്കെ നെറ്റുകളൊക്കെ വാങ്ങിക്കുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ സന്തോഷത്തോടെ ഞങ്ങളിവിടെ പോകുന്നു. ഇതെല്ലാം ഓക്കുപേഷൻ തെറാപ്പിയുടെ ഭാഗമാണ്. ഇതെല്ലാം രോഗശാന്തി കൈവന്നവരുടെ തൊഴിൽ യൂണിറ്റുകളാണ്. തിരി ഉണ്ടാക്കാൻ ഹാപ്പിയാണ് ഇവിടെ തിരി ചെയ്യാൻ, പനി ചെയ്യാൻ. ചവിട്ടി തയ്ക്കും, അകത്ത് കിടക്കുന്ന മുറിയിലെല്ലാം അടിച്ച് വരും, തുടയ്ക്കും, എല്ലാം ചെയ്യും. പിന്നെ പച്ചക്കറി അരിയാൻ സമയം കിട്ടിയാൽ പച്ചക്കറി അരിയാനും പോവും. എല്ലാ പണി ചെയ്യാൻ ഞങ്ങൾക്ക് ഹാപ്പിയായി ഇവിടെ ഇരിക്കാൻ സന്തോഷമാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് അവിടെ പോകുന്നില്ല. പിന്നെ മേഘതിരിയെല്ലാം ഉണ്ടാക്കാനെല്ലാം ഞങ്ങൾക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. അവരെ തിരി இருந்தாலும் ഞങ്ങൾ ചെയ്യും. പഠിച്ചത് ഇവിടെയാണ് പഠിച്ചത്, ഇവിടെ നിന്നാണ് പഠിച്ചത്. ரொம்ப പിടിച്ചാച്ച് ഇവിടെ സഹിക്കുമാ. ചിലർ ഏകാഗ്രത കൈവരിക്കുന്നതിന് തയ്യൽ ജോലികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളുമായി ഓപ്പോൾ എന്ന് ഇവർ സ്നേഹപൂർവ്വം വിളിക്കുന്ന മേഴ്സി ജോസ് ഉണ്ട്. ഇത്തരം ജോലികളിൽ മനസ്സർപ്പിക്കുമ്പോൾ ഇവർ മറ്റെല്ലാം മറക്കുന്നു. ഇത് വെറുമൊരു പുനരധിവാസ കേന്ദ്രം മാത്രമല്ല, ഇതൊരു വലിയ കുടുംബമാണ്. നമ്മുടെ ആഹാരങ്ങളെല്ലാം വേവിക്കുന്നത് ഈ സ്റ്റീമറുകളിലാണ്. ജോസേട്ടാ, ഇന്നത്തെ എന്തൊക്കെയാണ് കറികൾ? കോഴിക്കറി ആകുന്നു അല്ലേ? അവർ ചോദിച്ചു. അവിടുന്ന് കാടപ്പക്ഷികളെ കൊടുത്തു. അവർക്ക് വേണ്ടി ആകാശത്തു നിന്ന് സമൃദ്ധമായി അപ്പം വർഷിച്ചു. ഈ വരികൾ
മരിയ സദനത്തിൽ അർത്ഥവത്താണ്. എല്ലാവർക്കും എന്നും സുഭിക്ഷമായ ഭക്ഷണം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായാണ് ഭക്ഷണം നൽകുന്നത്. ഭക്ഷണം വിളമ്പാനും സഹായിക്കാനും എന്നും ഇവിടെ ആളുകളെത്തും. കുടുംബനാഥനായി സന്തോഷ് ജോസഫ് ഉണ്ടാകും. കുടുംബനാഥനൊപ്പം കുടുംബനാഥയും ഉണ്ടാകും. ഒപ്പം മക്കളിൽ ചിലരും. കിടപ്പ് രോഗികൾക്ക് അവരുടെ അരികിലേക്ക് ഭക്ഷണം എത്തിക്കുന്നു. കടനാട് തെക്കേ കൈതയ്ക്കൽ ദേവസിയുടെ മകൾ മിനിയാണ് സന്തോഷ് ജോസഫിന്റെ ഭാര്യ. വേണ്ട എന്ന് മിനി പറഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ മരിയ സദനം ഉണ്ടാകുമായിരുന്നില്ല. ഒരു കാരുണ്യ സ്ഥാപനം തുടങ്ങാൻ ഭർത്താവിന് അനുവാദം കൊടുക്കുകയല്ല, സ്വന്തം വീട് തന്നെ അങ്ങനെയാക്കാൻ തയ്യാറാവുകയായിരുന്നു. എന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് മിനിക്ക് മനസ്സിലായി എന്നതാണ് ഏറ്റവും പ്രധാനം. ഞാൻ ചെയ്യുന്നതിൽ അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഇന്നും ആ വിശ്വാസം തന്നെയാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം. എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആശയം അല്ലൊരു കാഴ്ചപ്പാട്, എൻ്റെ ഭാര്യയും മക്കളും നമ്മളോട് ചേർന്നുള്ള സമൂഹവും ഒക്കെ കൂടെ നിന്ന് നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഒറ്റയ്ക്കൊരാളെ കൊണ്ട് ഒരിക്കലും ഇങ്ങനൊരു കാര്യം ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാവം എന്ന് പറഞ്ഞാൽ ക്ഷമയും സഹനവുമാണ്. നമ്മുടെ ഫാദറിനെ അല്ലെങ്കിൽ നമ്മുടെ അമ്മയെ അല്ലെങ്കിൽ മുത്തശ്ശിയെ അല്ലെങ്കിൽ മകളെ, വികലാംഗയായ സഹോദരിയെ, മനോരോഗബാധിതനായ സഹോദരനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സഹിക്കാനും കൂടെ നമ്മൾ തയ്യാറാണ്. സഹനത്തിലൂടെയാണ്, ക്ഷമയിലൂടെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് സ്നേഹം എന്ന വലിയൊരു വികാരത്തെ അല്ലെ ഈശ്വരനെ തന്നെ നമുക്ക് ഈ ലോകത്തിലേക്ക്, നമ്മുടെ മധ്യത്തിലേക്ക് ഇറക്കി കൊണ്ടുവരാൻ അല്ലെ സാക്ഷ്യപ്പെടുത്താൻ, ഈശ്വരാധിഷ്ഠിതമായി ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഇതൊരു സംസ്കാരമാണ്. ആളുകളുടെ കൂട്ടായ്മ കൊണ്ട് നടന്ന് ഗ്രൂപ്പായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായ ആളുകളുടെ കൊച്ചു കൊച്ചു സഹായങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനൊരു സംസ്കാരമായി വളർത്തിയെടുത്ത് പോകാനായിട്ട് ആണ് ആഗ്രഹിക്കുന്നത്. ലോർഡ്സ് ഹോസ്പൈസ് പാലിയേറ്റീവ് യൂണിറ്റ് മരിയ സദനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കിടപ്പ് രോഗികൾക്കായുള്ള പാലിയേറ്റീവ് യൂണിറ്റ്. മരിയ സദനത്തിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ലോർഡ്സ് ഹോസ്പൈസ് ആണിത്. ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയായത് റോഡ് കോൺട്രാക്ടറായ രാജീവ് മാത്യൻ കമ്പനിയാണ്. ചില സുമനസ്സുകളുടെ സ്നേഹവും സഹകരണവും മരിയ സദനത്തിന്റെ വളർച്ചയുടെ ചരിത്രത്തിലെ ചില അധ്യായങ്ങളാണ്. പല വർഷങ്ങളായിട്ട് കോവിഡിന് മുമ്പ് 2018 മുമ്പ് തന്നെ ഞങ്ങളുടെ ഓണാഘോഷ പരിപാടികൾ മരിയ സദനത്തിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവർക്ക് കോവിഡ് കാലങ്ങളിൽ ഇവിടെ ആൾക്കാർ വരാതെയും ഡോക്ടർമാർക്ക് എല്ലാവരും ചികിത്സാ സഹായം കൊടുക്കാതെയും വന്നൊരവസരം ഇവിടെ ഉണ്ടായി. അത് കാരണം ഒരു ഹോസ്പിറ്റൽ 10-16 വർഷം മുമ്പ് ഫൗണ്ടേഷൻ ഇട്ട ഒരു സ്ഥലം ഇവിടെയുണ്ട്. അതൊന്ന് കാണണം. പറ്റുവാണെങ്കിൽ അതിലേക്കൊരു ചെറിയ ഹോസ്പിറ്റൽ, ഡോക്ടേഴ്സ് കൺസൾട്ടേഷന്, അതുപോലെ വയ്യാത്ത രോഗികളെ കിടത്താനുള്ള സൗകര്യം അങ്ങനെയൊക്കെ ചെയ്തു തരുവാണെങ്കിൽ വളരെ നല്ലതാണെന്ന് സന്തോഷം കുടുംബവും അഭിപ്രായം പറഞ്ഞു. അതനുസരിച്ച് രാജീവ് മാത്യൻ കമ്പനി തന്നെയാണ് ഇത് ഈ പണിത് ഈ ക്വാളിറ്റി ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പല ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അതിലേറ്റവും സന്തോഷമുള്ളത് ഇത് ചെയ്തതിലാണ്. അതിന് പ്രത്യേക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ വൃത്തിയായിട്ടും വെടിപ്പായിട്ടും സന്തോഷം കുടുംബവും ഇതിനോട് ബന്ധപ്പെട്ട എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. അതിലാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. പുഴ പോലെ സ്വച്ഛന്തമായി ഒഴുകുന്ന മനസ്സിൽ പെട്ടെന്ന് ചുഴികളും മലരികളും നിറഞ്ഞ് കലുഷിതമാക്കുമ്പോൾ ഒഴുക്കിൻ്റെ താളം തെറ്റുന്നു. അപ്പോൾ പല കുടുംബങ്ങളും അനാഥമായി പോകുന്നു. അവരുടെ കുഞ്ഞുങ്ങൾ, നിഷ്കളങ്ക ബാല്യങ്ങൾ ഒറ്റപ്പെടുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന മാതാപിതാക്കളുടെ കുട്ടികൾക്ക് മരിയ സദനം ആശ്രയം നൽകുന്നു. കരുതലും പരിചരണവുമുണ്ട്. മാനസിക വെല്ലുവിളി നേരിടുന്ന അമ്മമാർ അവരുടെ മക്കളെ നോക്കാൻ വേറെ ആളില്ല, വേറെ പോകാൻ അവർക്ക് വീടുകളും ഇല്ലാത്തവരാണ്. അവരെ നമ്മളിവിടെ നോക്കും. CWCയുടെ കീഴിലാണ് ഇവർ വരുന്നത്. ലിസ്യു സദനം ഫോർ ഗേൾസ്, ലിസ്യു സദനം ഫോർ ബോയ്സ്, 2 സ്ഥാപനമാണുള്ളത്. രണ്ടിൻ്റെയും മെയിൻ ഇൻചാർജായിട്ട് ഞാൻ അവിടെ എല്ലാ കാര്യങ്ങളും ഓവറോൾ ഒരു വീട്ടിലൊരു അമ്മ എങ്ങനെ ചെയ്യുന്നു അതുപോലെ ഈ പിള്ളേരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. കുട്ടികളെല്ലാം സ്കൂളിൽ പോവുകയും നന്നായി പഠിക്കുകയും ചെയ്യുന്നു. ഒഴിവ് ദിനങ്ങളിൽ ഇവർ കുട്ടികൾ അമ്മയുടെ മാഞ്ഞു പോകുന്ന ഓർമ്മകളെ, മനസ്സിന്റെ വിഭ്രാന്തികളെ മാറ്റി തിരികെ കൊണ്ടുവരുന്നു. അവർക്ക് സാന്ത്വനമേകുന്നു. മക്കൾ അരികെയുണ്ട്. ചിരിച്ചും കളിച്ചും ചിത്രങ്ങൾ വരച്ചും പഠിച്ചും മക്കൾ ഇവർക്കൊപ്പമുണ്ട്.
ഭ്രമാത്മകതയുടെ പിരിമുറുക്കത്തിൽ ചിതറിപ്പോകുന്ന ചിന്തകളാൽ അസ്വസ്ഥമാകുമ്പോൾ മര്യാദാസദനത്തിലെ അന്തേവാസികൾക്ക് കൂട്ടിന് പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്. കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ, കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. അസാധാരണവും വിചിത്രവുമായ പരസ്പര വിരുദ്ധമായി ചിന്തിക്കുകയും ചെയ്യുന്ന സ്കിസോഫ്രീനിയ ബാധിതർക്ക് പാട്ട് മരുന്നായി മാറുന്നു. കൂട്ടത്തിൽ ചിലർ പാട്ടുകാരായി മാറുന്നു. സംഗീത ഉപകരണങ്ങൾ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നു. പാട്ടുകൂട്ടത്തിനൊപ്പം ചിലർ നൃത്തം ചെയ്യുന്നു. വിഭ്രാന്തിയുടെ ചുഴികളിൽ നിന്നും കരകയറി അവർ പാട്ട് ആസ്വദിക്കുന്നു. മരിയാസദനം ഓർക്കസ്ട്ര ഇതിനകം അനേകം സംഗീത പരിപാടികൾ നടത്തി. 2006 തന്നെ മരിയാസദനത്തിന്റെ ഗാനമേള ട്രൂപ്പ് ലിംഗ ബുക്സ് റെക്കോർഡിൽ ഇടം നേടി. മരിയാസദനത്തിന്റെ നേതൃത്വത്തിൽ അന്തേവാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാടകം അവതരിപ്പിക്കുന്നു, ആൽബങ്ങൾ ചെയ്യുന്നു. സിനിമാ താരങ്ങളും മരിയാസദനത്തിലെ അന്തേവാസികളായ നടന്മാരും ചേർന്ന് അഭിനയിച്ച ഷോർട്ട് ഫിലിമുകൾ ശ്രദ്ധേയമായിരുന്നു. മരിയാസദനത്തിൽ പാട്ട് റെക്കോർഡിങ്ങിനും ഡബിങ്ങിനുമെല്ലാം നല്ലൊരു സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നുണ്ട്. അധിക ദിവസവും അന്തേവാസികൾക്കായി സിനിമാ പ്രദർശനം നടത്തുന്നു. കോമഡി ചിത്രങ്ങളാണ് അന്തേവാസികളിൽ ഏറെ പേർക്കും ഇഷ്ടം. നമുക്കിവിടെ ആഴ്ചയിൽ 3 ദിവസമാണ് സൈക്യാട്രിക് കൺസൾട്ടേഷൻ ഉള്ളത്. ഉച്ച കഴിഞ്ഞിട്ടാണ് സൈക്യാട്രിക് കൺസൾട്ടേഷനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇവർ. ആഴ്ചയിൽ അധിക ദിവസങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാക്കുന്നു. രോഗികളുടെ പ്രശ്നങ്ങൾ ക്ഷമയോടെ ചോദിച്ചു മനസ്സിലാക്കുന്നു. പരിഹാരങ്ങളും മരുന്നും നൽകുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവരുടെ നാടുകളിലേക്ക് സുഖം പ്രാപിച്ച് തിരിച്ചുവിടുവാനും സാധിച്ചിട്ടുണ്ട്. മാനസിക രോഗ ചികിത്സാരംഗത്ത് ആരും ശ്രദ്ധിക്കാൻ ഇല്ലാത്ത, പണമില്ലാത്ത, ശ്രദ്ധിക്കാൻ വീട്ടിൽ ആളില്ലാത്ത അനേകം രോഗികൾക്ക് ആശ്വാസമായിട്ട് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. അന്തേവാസികൾക്കെല്ലാം ആവശ്യമായ ചികിത്സ നൽകുന്നു. സൈക്യാട്രിസ്റ്റുകൾ മാത്രമല്ല, സീനിയർ ഫിസിഷ്യന്മാരും ഇവിടെ എത്തുന്നു. റോട്ടറി ക്ലബ് പാലയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ മരിയാസദനം സന്തോഷമായിട്ട് കുടുംബമായിട്ട് ഞാൻ വർഷങ്ങളായിട്ടുള്ള വരികയാണ്. നമ്മുടെ ഓരോ റോട്ടറി മെമ്പർക്കും ഈ സന്തോഷമായിട്ട് വളരെ ബന്ധമുണ്ട്. ഇവരുടെ വേസ്റ്റ് വാട്ടർ പ്രോജക്റ്റ് പ്ലാന്റ് ജർമ്മനിയിലെ ഗ്ലോബൽ ഗ്രാൻഡ് വഴി 60 ലക്ഷം രൂപയുടെ പ്രോജക്റ്റും, ഡ്രിങ്കിങ് വാട്ടർ പ്രോജക്റ്റ് 40 ലക്ഷം രൂപയുടെ പ്രോജക്റ്റും, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ എക്യുപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ കിച്ചൺ എക്യുപ്മെൻറ്റ്സ് കൊടുക്കുക. നമ്മുടെ ഓരോ റോട്ടറി പല മെമ്പർമാരും അവർക്ക് പല രീതിയിലുള്ള സഹായങ്ങൾ നമുക്ക് അങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ വേസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ തന്നെയാണ് സമാഹരിക്കുന്നത്. അതിന് നമ്മൾ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇവിടെയുണ്ട്. നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. ഈ ബയോഗ്യാസിൽ നിന്ന് വരുന്ന സ്ലറി ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ജൈവ കൃഷിക്ക് നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പച്ചക്കറിയുടെ വേസ്റ്റ് എടുത്ത് അത് ജൈവവളമാക്കി നമ്മളിവിടെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പരിശോധനകൾക്ക് ശേഷം എല്ലാ ദിവസവും കൃത്യമായി മരുന്നുകൾ നൽകുന്നു. സ്കിസോഫ്രീനിയയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് ആന്റിസൈക്കോട്ടിക് മരുന്നുകളാണ്. ഇതൊരു സമൂഹത്തിൻ്റെ ചുമതലയായിട്ട് നമ്മൾ കാണുകയും നമ്മളെല്ലാവരും കൂടി ഇവരോട് സഹകരിക്കുകയും ചെയ്യണം. ഇപ്പോൾ ഇവിടെയുള്ള ധാരാളം ഇതുപോലെ 400-500 രോഗികളെ നോക്കാനായിട്ട് വളരെയധികം സാമ്പത്തിക ഭാരമൊക്കെ ഉണ്ട്. 2 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, നമ്മൾ പാസ്സായി വരുന്ന MBBS ഡോക്ടർമാരെ സൈക്യാട്രിക് ചികിത്സയിൽ പ്രാവീണ്യമുള്ളവരാക്കി തീർക്കണം. സന്നദ്ധ സംഘടനകൾ ഈ രംഗത്തേക്ക് വരണം. മരിയാസദനത്തിൽ ഒരു ലൈബ്രറിയുണ്ട്. വായന ഇഷ്ടപ്പെടുന്ന ധാരാളം പേരുണ്ട്. ഒട്ടേറെ പുസ്തകങ്ങളുമുണ്ട്. മരിയാസദനം പിന്നിട്ട 4 നൂറ്റാണ്ടിൻ്റെ കഥകൾ അനേകമുണ്ട്. വിജയകഥകൾക്ക് അനേകം പുരസ്കാരങ്ങളും ലഭിച്ചു.
പ്രവർത്തനത്തിന് ഊർജാവേശം പകരുന്ന പുരസ്കാരങ്ങൾ, സ്വദേശിയവും വിദേശീയവുമായ അംഗീകാരങ്ങൾ. സന്തോഷ് മരിയ സദനത്തിൻ്റെയും ജീവനക്കാരുടെയും സ്നേഹത്തിന് മുന്നിൽ അന്തേവാസികൾ ശാന്തരാണ്. സ്നേഹമാണ് ഇവിടുത്തെ മതം. ഒക്കുപേഷണൽ തെറാപ്പിയുടെ ഭാഗമായി പലതരം വ്യായാമ മുറകളും പരിശീലനങ്ങളും നടത്തുന്നു. വിവിധ ധാന്യങ്ങൾ കൂട്ടിക്കലർത്തിയതിനു ശേഷം അവ ഓരോന്നും ശ്രദ്ധാപൂർവം വേർതിരിക്കുക എന്നത് മനസ്സിന്റെ ഏകാഗ്രതയും തിരിച്ചറിവും വർദ്ധിപ്പിക്കുന്നു. പത്രത്തിലെ വാർത്തകളിൽ നിന്നും വരികൾ വേർപെടുത്തി എഴുതുക, പല പേരുകൾ എഴുതിയതിൽ നിന്നും ചില പേരുകൾ മാറ്റി എഴുതിക്കുക തുടങ്ങിയവയൊക്കെ ചികിത്സയുടെ ഭാഗമാണ്. രോഗശാന്തി നേടിയവർക്കുള്ളതാണ് ഹോം എഗെയിൻ പദ്ധതി. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾക്ക് അവരുടെ അസുഖം ഭേദമായതിനു ശേഷം സ്വഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കാതെ വരുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്വന്തമായ ഒരു ഭവനം എന്ന കാഴ്ചപ്പാടിൽ ആരംഭിച്ചതാണ് ഹോം അഗെയിൻ പ്രൊജക്റ്റ്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അലീന പറഞ്ഞത്. ചെന്നൈ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ബാനിയൻ എന്ന ഒരു ഓർഗനൈസേഷൻ്റെ സപ്പോർട്ടോടുകൂടി അവരുടെ ഒരു ഹോം അഗെയിൻ എന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതുപോലെ മരിയ സദനത്തിന് ഇന്ന് കേരളത്തിൽ മൊത്തമായി ഒരു 8 വീടുകളുണ്ട്. തിരിച്ചു പോകാൻ പറ്റാത്ത ഒരവസ്ഥയെ എല്ലാം ഇവർ മറന്ന് സ്വന്തം വീട് പോലെ അവരിവിടെ കഴിയുകയാണ്. ഇവർ തന്നെയാണ് ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നതും പാചകം ചെയ്യുന്നതും എല്ലാം. ഒരു കുടുംബ അന്തരീക്ഷമാണ് ഇവർക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വീടാണ്. ഈ വീട്ടിൽ 5 പേരാണുള്ളത്. അവർക്കൊരു സ്റ്റാഫുമുണ്ട്. ഇവരിവിടെ സന്തോഷത്തോടെ സ്വന്തം വീട് പോലെ ഇവിടെ കഴിഞ്ഞു വരികയാണ്. കുടുംബാന്തരീക്ഷവും ഒക്കെയാണ് ഇവരെ ഇവിടെ മുമ്പോട്ട് പോകാനായിട്ട് അവരെ പ്രചോദനമായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിവിടെ സന്തോഷത്തോടെയല്ലേ കഴിയുന്നത്? എങ്ങനെയുണ്ട്? വീട് അടിപൊളിയാണ്, വളരെ സന്തോഷത്തോടെയാണ് കഴിയുന്നത്. മരിയ സദനത്തിൽ ദിനം പ്രതി ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിനാൽ മരിയ സദനത്തിൻ്റെ പുതിയൊരു പ്രോജക്റ്റാണ് തലചായ്ക്കാൻ ഒരിടം പ്രോജക്റ്റ്. ഇത് മുത്തോലി പഞ്ചായത്തിൽ പന്തത്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മരിയ സദനത്തിൻ്റെ 25ാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ പ്രോജക്റ്റ് തുടങ്ങിയത്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം നമ്മുടെ സീനിയർ സിറ്റിസൺസ് ഒരുപാട് മരിയ സദനത്തിലുണ്ട്. ഓരോ ഗ്രാമങ്ങളിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ പഞ്ചായത്ത് തോറും ഒരു 20 പേർക്കെങ്കിലും താമസിക്കാൻ പറ്റുന്ന ഓരോ ഭവനങ്ങൾ ആരംഭിക്കുക. അതായത് പഞ്ചായത്തിൽ ഉള്ള ആളുകൾക്ക് അല്ലെ സമീപവാസികളായ ആളുകൾക്കെല്ലാം സഹായിക്കാനും ഇവരെ ഒന്ന് കാണാനും സഹകരിക്കാനും പറ്റും. കൂടുതലായിട്ടും ഇവർക്ക് ബാത്റൂമിൽ പോകാനും കുളിക്കാനും ഇറങ്ങി നടക്കാനും ഒക്കെ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് മാറി ഒരു വീടിൻ്റെ അറ്റ്മോസ്ഫിയർ, അതാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. വീടുകളിൽ നിന്നും തിരിച്ചു വരും വഴി സെന്റ് ഡൊമിനിക് ചർച്ചിലെ ചൊവ്വാഴ്ച ദിവസത്തെ നൊവേന പ്രാർത്ഥന കണ്ടു. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെല്ലാം മെഴുകുതിരി വാങ്ങി കത്തിക്കുന്നു. മരിയ സദനത്തിലെ അമ്മമാർ ഉണ്ടാക്കുന്ന മെഴുകുതിരികളാണ് പ്രാർത്ഥിക്കാനെത്തുന്നവർ വാങ്ങുന്നത്. മുൻപോട്ടുള്ള യാത്രയിൽ ഇനിയും ചെയ്യാനിരിക്കുന്നതിന് മുമ്പിൽ ചെയ്തത് ഒന്നും ആയിട്ടില്ല എന്നുള്ളൊരു വിഷമം മാത്രവും. ആളുകൾ ഒരാളെ എടുക്കാവോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലായി. ഒരു വീട്ടിലെ കലാപം അല്ലെ കലഹം, നിവൃത്തികേട്, പോലീസ് ഓഫീസേഴ്സാണ് കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നത്. വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് രാത്രിയിലും പകലുമൊക്കെ ആയി നമ്മുടെ ഈ സംസ്ഥാനത്തിന് വിവിധ സ്റ്റേഷനിൽ നിന്ന് വരാറുണ്ട്. ധൈര്യപൂർവ്വം അത് എടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുമ്പോട്ടുള്ള യാത്രയിൽ കൂടുതൽ സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട കാര്യങ്ങൾ ഏർപ്പെടുത്തണം എന്നാണ് ആഗ്രഹം. വെയിൽ ചായുന്നു. പോക്കുവെയിൽ പ്രകാശത്തിൽ മരിയ സദനം എന്ന ബൃഹത്തായ ഒരു കൂട്ടുകുടുംബം. ഈ കുടുംബത്തെ നയിക്കുന്നത് അനേകം പേരുടെ കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും കൈപിടിച്ച് സന്തോഷ് മരിയ സദനമാണ്. കൂടെ ഭാര്യ മിനിയും മക്കളുമുണ്ട്. പ്രക്ഷുബ്ധമായ ജീവിതമെന്ന കടലിൽ തുഴയറ്റ് പോയവരെ ചേർത്ത് പിടിച്ച് മരിയ സദനത്തിൻ്റെ വലിയ കപ്പിത്താൻ, ഒപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബവും കാരുണ്യ പ്രവാഹത്തിൽ മുന്നോട്ട് നീങ്ങുന്നു. മാനസിക വെല്ലുവിളിയിൽ നിന്നും മുക്തരായവർ അവർ സ്വന്തം വീടുകളിൽ കഴിയുന്നത് പോലെ നമ്മൾ ഹോം അഗെയിനിൽ കണ്ടില്ലേ? അതുപോലൊരു ജീവിതമാണ് നമ്മൾ ഇവർക്ക് തിരിച്ചു നൽകേണ്ടത്.